മോഡൽ BS3 NS200 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വണ്ടിയുടെ ഒരു ലുക്ക് മാറ്റും. എടുത്തു പറയേണ്ട കാര്യം അക്രോബൈക്കിൻ്റെ ഒരു എക്സോസ്റ്റ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കണ്ണ NS200 ഒരു മോഡിഫിക്കേഷൻ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ കാണുന്ന ബെല്ലേക്കൊന്ന് എന്നെ വിളിച്ചേക്കും. എന്നാലും വീഡിയോയിലോട്ട് പോകാം. കേസപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ 2013 മോഡൽ BS3 NS200 ആണ്. ഇതിപ്പോൾ എടുത്തിട്ട് മോഡിഫിക്കേഷനും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണം. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഇൻസൈഡ് ചെയ്ത് ഹൈപ്പർ കിഡോ. അപ്പോൾ ആദ്യമേ പറയാനാണെങ്കിൽ എന്നാ ഈ സൈഡിൽ തന്നെ ഈ സംഭവം ഇവിടുത്തെ മറ്റേ കിറ്റ് മാറ്റിയിട്ട് അവിടുത്തെ ഒരു മറ്റേ ഡ്യൂക്കിനൊക്കെ വന്ന മോഡൽ ഒരു ഈ സാധനത്തിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വണ്ടിയുടെ ഒരു ലുക്ക് മാറ്റും ആ സാധനം വെക്കുമ്പോൾ തന്നെ. പക്ഷെ കാല് ഓടിക്കാൻ നേരത്തൊരു കംഫർട്ട് കുറവാണ്, എന്നാലും ഒരു ലുക്ക് കിട്ടും. ഈ മറ്റേ ഈ സാധനം വെക്കണോണ്ട് കംഫർട്ട് കുറവെന്ന് പറഞ്ഞതുണ്ട്. ഇവിടെ നമ്മൾ ഇരിക്കണതും പിന്നെ ഈ സംഭവം നിൽക്കണം കൂടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ കാർ ചെറുതായിട്ടൊന്ന് ഇച്ചിരി മാറിയേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റേ ബ്ലൂ ആണ് ചെയ്തേക്കണം കാലിബറിനും പിന്നെ നമ്മുടെ കൂളൻറ്റിൻ്റെ ബോക്സിൻ്റെ സൈഡിലത്തെ മറ്റേ പീസിനും ഇതിനും കൂടെ ബ്ലൂ ആണ് ചെയ്തേക്കണം. ബാക്കിലത്തെ കാലിബറും ബ്ലൂ ആണ്. അത് ആ ബ്ലൂ കൊള്ള ഒരു ഗ്ലോസിനെസ് തന്നെ ഒരു ബ്ലൂ കളറാണത്. പിന്നെ ഡ്യൂക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ മൾഗാർഡ് മാത്രമായിട്ട് NSൻ്റെ സ്റ്റോക്കെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ബാക്കി പ്രോഡിസ്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെയ്തിട്ടില്ല, ബാക്കി പ്രോഡിസ്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് സ്റ്റോക്ക് തന്നെ മാറ്റി മറ്റേ കവറിട്ട് താഴത്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഡൊമിനോറിൻ്റെ അണ്ടർവെല്ലിയാണ് യൂസ് ചെയ്തേക്കണം, ഡൊമിനോറിൻ്റെ അണ്ടർവെല്ലി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അക്രോബൈക്കിൻ്റെ ഒരു എക്സോസ്റ്റ് നമ്മുടെ ഇതുപോലത്തെ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അക്രോബൈക്കിൻ്റെ ഒരു മറ്റേ ഒരു ഷെയ്ഡ് തന്നെ അക്രോബൈക്കിൻ്റെ എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഫുൾ സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കണം. പിന്നെ ടെയിൽറ്റേഡിയൊക്കെ കയറ്റിയിട്ടുണ്ട്, ടെയിൽറ്റേഡി. പിന്നെ നമ്മുടെ ഡിസ്കവറിൻ്റെ ഗ്രാബറയിലാണ് ചെയ്തേക്കണം. ക്യുത്രോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് ഓടിക്കാൻ നേരത്തൊരു കംഫോർട്ടും തന്നെ ഉണ്ട് ക്യുത്രോട്ട്. പിന്നെ സ്റ്റോക്ക് മാറ്റി ക്യുത്രോട്ട് കയറ്റണമെങ്കിൽ വലിയ ടാസ്കിലൊന്നും പോകാൻ എനിക്കറിയത്തില്ല. NS എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്ങനെയാണ്. പിന്നെ ഹെഡ് ക്ലാമ്പ് ഒഴിവാക്കിയിട്ട് കുനിച്ചിട്ടേക്ക്. പിന്നെ വൈസർ യമഹയുടെ വൈസറും കയറ്റിയിട്ടുണ്ട്. കോപ്പി ഇൻഡിക്കേറ്ററാണ് ബാക്കി കൊടുത്തേക്കുന്നത് ഡ്യൂക്കിൻ്റെ. പിന്നെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ഡ്യൂക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്ത് അവിടുത്തെ സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. ഇല്ലീഗലെന്ന് സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിലാണ് വരുന്നത്. ഗോൾഡൻ എഞ്ചിനാണ്. BS3 അറിയാമല്ലോ, ഗോൾഡൻ എഞ്ചിൻ ആണ് വരുന്നത്. പിന്നെ അങ്ങനെ ബ്രെംബോയുടെ ഫ്ലൂയിഡ് കാൻ്റെ മറ്റേ ഇത് കേട്ടിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ. അപ്പോൾ ഈ വേറെ അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല വണ്ടിക്കകത്ത്. ഇനി എൻ്റെ എക്സോസ്റ്റിനോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ന്യൂട്രല്ല എഞ്ചിൻ്റെ അകത്തൊന്നും വലിയ നോയ്സൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ വേറെ അങ്ങനെ ഒരു ബാഡ് നോയ്സായിട്ട് അങ്ങനെ ഒന്നും വരുന്നൊന്നുമില്ല. ഒരു ക്ലിയർ നോയ്സ് എക്സോസിനോട്ട് തന്നെയാണ് എൻ്റെ നല്ല ഒച്ചയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ത്രോട്ടടിക്കണമെങ്കിൽ ശരിയാകത്തില്ല. ഇപ്പോൾ നാട്ടുകാരൊക്കെ വരികയാണെങ്കിൽ വള്ളിയാവും. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. വണ്ടി കാണാൻ നേരത്ത് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിപ്പം കളർ മാറ്റാനൊക്കെ പ്ലാനുണ്ട്. ചിലപ്പോൾ മറ്റേ ഇവിടെ ടാങ്കിൻ്റെ അവിടെ ചെറിയ ഒരു ഇതുണ്ട്, പെയിൻറ്റ് ഷെയ്ഡുണ്ട് ഇവിടെയൊക്കെ. മറ്റേ സ്റ്റോക്കിൻ്റെ ത്രോട്ടിലിൻ്റെ കേബിൾ കിടന്നതിൻ്റെയാണ് തോന്നുന്നത്. അതിൻ്റെ മറ്റേ NSനും ഇങ്ങനെ ഒരു സീനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹെഡിൻ്റെ ഇവിടെ ചെറിയ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട് ആ ഹെഡിൻ്റെ ലൈറ്റ്. ഡോമിൻ്റെ അണ്ടർവെല്ലി വെച്ചിട്ട് കൊള്ളാം കേട്ടോ. പക്ഷേ ഇതിനേക്കാളും ലുക്ക് RC അണ്ടർവെല്ലിയാണ്. ഫ്രണ്ട് ടയറും
ഫ്രണ്ട് ടയർ ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ബാക്ക് ടയർ ശോകമാണ്, ബാക്ക് ടയർ തീർന്നിരിക്കും. ടെയിൽ ടൈഡ് നല്ല രീതിക്ക് പൊക്കിയ വെച്ചേക്കണം ബാക്കി. പിന്നെ ഓടിച്ച് കാണിക്കണമെന്നുണ്ട് കേസ്. ഓടിച്ച് കാണിക്കാൻ നമ്മൾ ഹോൾഡറൊന്നും എടുത്തിട്ടില്ല, കാരണം ഓടിച്ച് കാണിക്കാത്ത. അപ്പം എന്തായാലും വേറെ അങ്ങനെ പറയാനൊന്നുമില്ല. ഇതിപ്പോൾ ഈ NS കുറിച്ചുള്ള വീഡിയോ അല്ല, ഏകദേശമൊക്കെ ഞാൻ പറയുന്നത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും പിന്നെ കാണാം കേസ്. ഓടിച്ച് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഹോൾഡർ എടുക്കാത്ത കാരണമാണ് ഒരു ടാസ്ക്. അപ്പോൾ എന്തായാലും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഹോൾഡറായിട്ടൊക്കെ വരാൻ നേരത്ത് ഓടിച്ച് കാണിക്കാം കേസ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.